കാട്ടിൽ പ്രകൃതിയുടെ ഏറ്റവും ഭയാനകമായ രണ്ട് ജീവികളാണ് ഗൊറില്ലയും ഗ്രിസ്ലി കരടിയും. ഓരോന്നിനും അതിൻ്റേതായ അതുല്യമായ ശക്തിയും ബലഹീനതയും ഉണ്ട്. അവരെ അതത് ഡൊമൈനുകളുടെ മാസ്റ്റർ ആക്കുന്നു. നമുക്ക് ഗൊറില്ലയിൽ നിന്ന് ആരംഭിക്കാം. ശക്തികൾ. ഗൊറില്ലകൾ അവിശ്വസനീയമാംവിധം ശക്തരായ പ്രൈമേറ്റുകളാണ്. അവയുടെ വലുപ്പവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അവയുടെ അപാരമായ ശക്തിക്ക് പേരുകേട്ടതാണ്. സിൽവർബാക്ക് എന്നറിയപ്പെടുന്ന ഒരു മുതിർന്ന ആൺഗൊറില്ലയ്ക്ക് 1800 പൗണ്ട് വരെ ഉയർത്താൻ കഴിയും. അത് അവരുടെ ശരീരഭാരത്തിന്റെ 10 ഇരട്ടിയാണ്. അവരുടെ പേശീബലവും ശക്തമായ കൈകാലുകളും അവരെ നിബിഡമായ കാടുകളിലും കുത്തനെയുള്ള ഭൂപ്രദേശങ്ങളിലും അനായാസം നാവിഗേറ്റ് ചെയ്യാൻ പ്രാപ്തരാക്കുന്നു. കൂടാതെ ഗൊറില്ലകൾക്ക് ശ്രദ്ധേയമായ ബുദ്ധിശക്തിയുണ്ട്. ഉപകരണങ്ങൾ ഉപയോഗിക്കാനും സങ്കീർണമായ പ്രശ്നങ്ങൾ പരിഹരിക്കാനും നിരവധി വികാരങ്ങളും സാമൂഹിക പെരുമാറ്റങ്ങളും പ്രദർശിപ്പിക്കാനും അവർ പ്രാപ്തരാണ്. ഈ ഇന്റലിജൻസ് അവരുടെ അതിജീവനത്തിന് സഹായിക്കുന്നു. അവരുടെ ഗ്രൂപ്പുകൾക്കുള്ളിൽ ആശയവിനിമയം നടത്താനും ഒരുമിച്ച് പ്രവർത്തിക്കാനും അവരെ അനുവദിക്കുന്നു. എന്നിരുന്നാലും ഗൊറില്ലകൾക്കും അവരുടെ ബലഹീനതകളുണ്ട്. അവയുടെ ശക്തി ഉണ്ടായിരുന്നിട്ടും അവ പ്രാഥമികമായി സസ്യഭുക്കുകളാണ്. ഉപജീവനത്തിനായി സസ്യങ്ങൾ, ഇലകൾ, പഴങ്ങൾ എന്നിവയെ ആശ്രയിക്കുന്നു. ഭക്ഷണം ദൗർലഭ്യമുള്ള അന്തരീക്ഷത്തിൽ ഈ ഭക്ഷണക്രമം ഒരു പരിമിതിയായിരിക്കാം. ഗൊറില്ലകൾക്കും രോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അവയിൽ പലതും നമ്മുടെ അടുത്ത ജനിതക ബന്ധം കാരണം മനുഷ്യരിൽ നിന്ന് പകരാം. അവസാനമായി, അവ തണുത്ത കാലാവസ്ഥയുമായി പൊരുത്തപ്പെടുന്നില്ല. മാത്രമല്ല, വളരുന്നതിന് സ്ഥിരവും ഊഷ്മളവുമായ അന്തരീക്ഷം ആവശ്യമാണ്. ഇനി നമുക്ക് ഗ്രിസ്ലി കരടിയിലേക്ക് ശ്രദ്ധ തിരിക്കാം. ശക്തികൾ. ഗ്രിസ്ലി കരടികൾ ഭൂമിയിലെ ഏറ്റവും വലുതും ശക്തവുമായ മാംസഭുക്കുകളിൽ ഒന്നാണ്. 800 പൗണ്ട് വരെ ഭാരവും പിൻകാലുകളിൽ 7 അടിയിലധികം ഉയരവും നിൽക്കാൻ കഴിയും. നീളമുള്ളതും മൂർച്ചയുള്ളതുമായ നഖങ്ങളും ശക്തമായ താടിയെല്ലുകളും അവരുടെ ശാരീരിക ശക്തിയെ പൂരകമാക്കുന്നു. ഇത് മൂസ്, എൽക്ക് തുടങ്ങിയ വലിയ ഇരകളെ വേട്ടയാടാൻ പ്രാപ്തരാക്കുന്നു. ഗ്രിസ്ലൈസും അവിശ്വസനീയമാംവിധം പൊരുത്തപ്പെടുന്നു. ഇടതൂർന്ന വനങ്ങൾ മുതൽ ആൽപൈൻ പുൽമേടുകൾ, ആർട്ടിക് തുണ്ട്രകൾ വരെ വിവിധ പരിതസ്ഥിതികളിൽ അവയ്ക്ക് അതിജീവിക്കാൻ കഴിയും. സസ്യങ്ങൾ, സരസഫലങ്ങൾ, മത്സ്യം, സസ്തനികൾ എന്നിവയുൾപ്പെടെയുള്ള വൈവിധ്യമാർന്ന ഭക്ഷണങ്ങൾ കഴിക്കാൻ അവരുടെ സർവ്വവ്യാപിയായ ഭക്ഷണക്രമം അവരെ അനുവദിക്കുന്നു. ഇത് കാട്ടിലെ ഒരു പ്രധാന നേട്ടമാണ്. എന്നാൽ ഗ്രിസ്ലി കരടികൾക്കും അവരുടെ ബലഹീനതകളുണ്ട്. ശക്തരാണെങ്കിലും അവർ ഏറ്റവും വേഗതയേറിയ ഓട്ടക്കാരല്ല. മണിക്കൂറിൽ ഏകദേശം 35 മൈൽ വേഗതയിൽ പരമാവധി ഓടുന്നു. വേഗത്തിലുള്ള ഇരയെ പിന്തുടരുമ്പോൾ ഇത് ഒരു പോരായ്മയാണ്. കൂടാതെ അവയുടെ വലിയ വലുപ്പത്തിന് ഗണ്യമായ അളവിൽ ഭക്ഷണം കഴിക്കേണ്ടതുണ്ട്. ഇത് ഭക്ഷ്യക്ഷാമത്തിന്റെ കാലഘട്ടത്തിൽ അവരെ ദുർബലരാക്കുന്നു. കൂടാതെ ആവാസവ്യവസ്ഥയുടെ നാശവും വേട്ടയാടലും പോലുള്ള മനുഷ്യപ്രവർത്തനങ്ങൾ അവരുടെ ജനസംഖ്യയ്ക്ക് കാര്യമായ ഭീഷണി ഉയർത്തുന്നു. ഉപസംഹാരമായി, ഗൊറില്ലയും ഗ്രിസ്ലി കരടിയും അസാധാരണമായ സൃഷ്ടികളാണ്. ഓരോന്നും അവരുടേതായ രീതിയിൽ മികവ് പുലർത്തുന്നു. ഗൊറില്ലയുടെ ബുദ്ധിശക്തിയും സാമൂഹിക ഘടനയും അതിന്റെ നിലനിൽപ്പിന് പ്രധാനമാണ്. അതേസമയം ഗ്രിസ്ലി കരടിയുടെ പൊരുത്തപ്പെടുത്തലും ശാരീരിക വൈദഗ്ധ്യവും അതിനെ വിവിധ ആവാസവ്യവസ്ഥകളിൽ ഒരു പ്രധാന ശക്തിയാക്കുന്നു. ഈ മഹത്തായ മൃഗങ്ങളുടെ ശക്തിയും ബലഹീനതയും മനസ്സിലാക്കുന്നത് ആവാസവ്യവസ്ഥയിൽ അവയുടെ അതുല്യമായ പങ്ക് ഉയർത്തിക്കാട്ടുക മാത്രമല്ല, അവയുടെ ആവാസവ്യവസ്ഥയെ സംരക്ഷിക്കേണ്ടതിന്റെയും കാട്ടിൽ അവയുടെ തുടർച്ചയായ നിലനിൽപ്പ് ഉറപ്പാക്കുന്നതിന്റെയും പ്രാധാന്യം അടിവരയിടുന്നു.